നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന 1-2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ കാണാം. വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇതാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇത് ഇതേ രീതിയിൽ തന്നെ എടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി ഞാനിവിടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തേയില 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ ഞാൻ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തോ അതൊക്കെ അതേ രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തലേ ദിവസം കുതിർത്ത ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടിയും തേയിലയും മുടിക്ക് നല്ലൊരു നിറം തരാനും തലയോട്ടിയിലെ രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷനൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ്. അതുവഴി മുടി നന്നായി വളരാനും മുടിക്ക് നല്ല തിളക്കം തരാനും ഒക്കെ സഹായിക്കും. ഉലുവയിലെ ഫൈറ്റോഎസ്ട്രജൻ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇതൊരു ഹെയർ ഡേ എന്നതിലുപരി മുടി വളരാനുള്ള നല്ലൊരു റെമഡി കൂടിയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾ ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവരാണ്, അല്ലെങ്കിൽ മുടി ഒട്ടും വളരുന്നില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ ഒരു സിറം തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. തികച്ചും നാച്ചുറലായിട്ടുള്ള തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെടാം. അത് നമ്മുടെ കീഴാർനെല്ലി എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത സസ്യമാണ്. കീഴാർനെല്ലി ആയുർവേദത്തിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാകുമ്പോൾ കീഴാർനെല്ലി അരച്ച് അതിൻ്റെ ചാറെടുത്ത്, കീഴാർനെല്ലി സമൂലം അരച്ചാണ് അത് ഉപയോഗിക്കുന്നത്. മഞ്ഞപ്പിത്തത്തിനുമൊക്കെ മരുന്നായിട്ട് ആയുർവേദ ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വേരോട് കൂടിയ കീഴാർനെല്ലിയാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് ഈ വേരോട് കൂടി അരച്ചാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് കേടുവരും. അതുകൊണ്ട് ഞാൻ ഈ വേരില്ലാതെയാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് നമുക്ക് ഈ അരയ്ക്കുന്ന കല്ലോ അങ്ങനെ ഇടിക്കുന്ന കല്ലോ ഒന്നും ഇവിടെ കിട്ടലില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേരില്ലാതെ ഈ തണ്ടും ഇലയും മാത്രമായിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കീഴാർനെല്ലി മുടി നന്നായിട്ട് കറുത്ത് കിട്ടാനും അതുപോലെ തന്നെ തീരെ മുടി വളർച്ചയില്ലാത്തവർക്ക് മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു അത്ഭുത സസ്യം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കീഴാർനെല്ലി എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രയും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഗുണങ്ങളുള്ള ഒരു സസ്യം തന്നെയാണിത്. ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. ഞാനിപ്പം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേയിലയുടെ കാപ്പിപ്പൊടിയുടെയും ഉലുവയുടെയും ഒക്കെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെറിയ ചൂടുണ്ട്, നിങ്ങൾ നന്നായി ചൂടറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുക്കുമ്പം ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും കിട്ടില്ല, ചെറിയ ചെറിയ തരികളായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുമ്പം ഇതിൻ്റെ നീരെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് എടുക്കണം. നമുക്ക് ഇതിലാണ് ഹെയർ ഡേ തയ്യാറാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മളൊരു ഹെയർ ഡേ തയ്യാറാക്കുകയാണെങ്കിൽ അതിന് കറുപ്പ് നിറം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് കൂടെ അല്ലെങ്കിൽ അയൺ എന്ന വൈറ്റമിൻ കൂടെ നമ്മുടെ തലമുടിയിലേക്ക് അല്ലെങ്കിൽ തലയോട്ടിയിലേക്ക് മുടിയുടെ ഫോളിക്കിളുകളിലേക്ക് എത്തും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഇതിൻ്റെ ചണ്ടി കിട്ടുന്നത് കണ്ടോ. അതായത് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല മാത്രമായിട്ട് ഉപയോഗിച്ചാലും നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇലയും തണ്ടും എല്ലാം കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേരൂടെ ഇട്ടാൽ നല്ല പോലെ നമുക്ക് ഗുണം കിട്ടും. നേരത്തെ പറഞ്ഞല്ലോ, ഈ കീഴാർനെല്ലി എന്ന് പറഞ്ഞാൽ സമൂലം എടുക്കേണ്ട ഒരു സസ്യമാണ്. എങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ സമൂലം തന്നെ എടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നീര് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. വളരെ ഗുണകരമായിട്ടുള്ള മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ നര മാറ്റാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മരുന്നാണ് കീഴാർനെല്ലിയുടെ ഈ ഒരു നീര്. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മളിപ്പം ഒരു ഹെയർ ഡൈയുടെ രൂപത്തിലായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഭൃംഗരാജ് പൊടിയാണ്, അഥവാ കയ്യോന്നിയുടെ പൊടി. മുടി നന്നായിട്ട് കറുത്ത് കിട്ടാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ആയുർവേദ ആചാര്യന്മാരും പണ്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കയ്യോന്നി. രണ്ടാമതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്.
വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കറുക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നര കുറവുള്ളവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരുപാട് നരയുള്ളവർക്കാണെങ്കിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നര കുറവുള്ളവർ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിലൊക്കെ ഇപ്പോൾ നര കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഉള്ള നരയെ ചെറിയതായിട്ടൊന്ന് ഡാർക്ക് കളറാക്കി എടുക്കാനും പുതിയ നര വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നരയുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂണിലധികം ഹെന്ന പൗഡർ കൂടി യൂസ് ചെയ്യണം. ഞാനിവിടെ രാജസ്ഥാനി ഹെന്നയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ലോങ് ലാസ്റ്റിംഗ് കളറാണ് ഇതിന്. പെട്ടെന്ന് കളറ് ഫെയ്ഡായി പോകുമൊന്നുമില്ല. അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ നൽകുകയും മുടിക്ക് നല്ല തിളക്കം തരികയും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ തരികയും ചെയ്യും. സ്ഥിരമായിട്ട് ഹെന്ന യൂസ് ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിതൊരു പാക്ക് എന്ന രൂപത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഹെന്ന പൗഡർ ആഡ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ കീഴാർനെല്ലി പറിച്ചെടുത്തതുപോലെ തന്നെ കയ്യോന്നിയും പാടത്തും പറമ്പിലും ഒക്കെ കിട്ടുന്നതാണ്. അതും ഇതുപോലെ ഇതേ അളവിൽ തന്നെ പറിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇലയും നല്ലത് കിട്ടുമെങ്കിൽ അതും അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക. നീരെടുത്തിട്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹെന്ന പൗഡർ കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അതല്ല, മുടിയിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും സ്പ്രേ ചെയ്ത് യൂസ് ചെയ്താലും വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. ഞാൻ ഓവർനൈറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ, 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മളിതൊന്ന് മൂടി വെച്ചിരിക്കണം. അതിനുശേഷം രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ ഒരു നിറം ഇതുപോലെയാണ്, നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇനി കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ തലേദിവസം തയ്യാറാക്കിയ ആ തേയിലയും കാപ്പിപ്പൊടിയുടെയും ഉലുവയുടെയും മിക്സുള്ള ആ വെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ള പാക്കുകൾ തയ്യാറാക്കുമ്പോൾ കൂടെ കുറച്ച് ഇൻഡിഗോ പൗഡറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇൻഡിഗോ പൗഡർ ആഡ് ചെയ്യേണ്ട, എനിക്ക് ഇൻഡിഗോ പൗഡർ ആഡ് ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടില്ല, കാരണം നല്ല രീതിയിൽ കറുപ്പ് കളർ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ഇൻഡിഗോ പൗഡർ ആഡ് ചെയ്തിട്ട് മുടിയിൽ തേക്കുന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ ഇൻഡിഗോ മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഇൻഡിഗോ പൗഡർ ഇട്ടതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഒരുപാട് ആഡ് ചെയ്താൽ നമ്മുടെ മുടിയിലേക്ക് ഈ പാക്ക് നന്നായി പിടിക്കില്ല. അതുപോലെ നമ്മുടെ മുടിയിലൊട്ടും എണ്ണ ഉണ്ടാവാനും പാടില്ല ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പം. കാസ്റ്റർ ഓയിൽ മുടി വളർച്ചയ്ക്കും മുടി നന്നായി കറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാസ്റ്റർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡേ ആണിത്. ഇൻഡിഗോ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇൻഡിഗോ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. ഇനി ഞാനെൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മുടിയിൽ നരയില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഈ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് നരയുള്ള ഭാഗങ്ങളിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു ഹെയർ പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ പാച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കൈത്തണ്ടയിലോ ഒക്കെ തേച്ചതിന് ശേഷം 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചൊറിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. എൻ്റെ മുടി പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും, എൻ്റെ മുടിയിൽ നല്ല രീതിയിൽ നരയുണ്ടായിരുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ഡൈകളും പാക്കുകളും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രത്തോളം നര കുറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. പുതിയ മുടികളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല കറുപ്പോടുകൂടി തന്നെയാണ് വളരുന്നതും. അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് കൈ കഴുകിയിട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ സ്റ്റെയിൻ ആയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കറുപ്പാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഏതൊരു ഹോം റെമഡിയും നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതും അതുപോലെ പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അത് തിരഞ്ഞെടുത്തിട്ട് വേണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഹെയർ ഡേ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പോൾ ആ രീതിയിലൊക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടും വ്യത്യാസപ്പെടും.
പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്നതും ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾ പരീക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ ഇതുപോലെയുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്താൽ തലമുടിക്ക് മാത്രമല്ല കേട്, തലയ്ക്കും അതുപോലെ കണ്ണിനും നമുക്ക് പിന്നെ അലർജി അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കീഴാർനെല്ലി നല്ല തണുപ്പാണ്, അതുപോലെ നെല്ലിക്ക തണുപ്പാണ്. അപ്പം അങ്ങനെ തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരുപാട് നേരമൊന്നും ഇത് മുടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരൊന്നും ഈ കീഴാർനെല്ലി ഒരുപാട് നേരം മുടിയിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഉലുവ കുറച്ചാണെങ്കിലും ഇതിലെടുത്തിട്ടുണ്ട്. ഉലുവയും മുടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാനായിട്ട്. ഇനി അഥവാ ഇത് നമുക്ക് ഈ കറുപ്പ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറോളം മുടിയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം കുറച്ച് യൂസ് ചെയ്യുക. സമയം കുറച്ച് മുടിയിൽ വെച്ചതിന് ശേഷം തുടർച്ചയായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് സമയം വയ്ക്കാതെ 2-3 തവണ അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ ഇത് ഫുള്ളായിട്ട് നരയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, അവിടെയൊന്നും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് നര കണ്ട ഭാഗങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലൊരു ഹെയർ ഡൈ ആണ്. ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കീഴാർനെല്ലി കൊണ്ടുള്ള ഈ ഒരു ഹെയർ ഡൈ ചെയ്ത് നോക്കുക. ഇനി 2 ദിവസത്തിന് ശേഷമേ നമ്മൾ മുടി ഷാമ്പു വാഷൊക്കെ ചെയ്യാവുള്ളൂ. ഇരിക്കും തോറും നമ്മുടെ മുടിക്ക് നല്ല ഡാർക്ക് കളറായി വരുന്ന ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ഒരുപാട് പേര് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കമൻസുകളൊക്കെ അറിയിക്കുന്നുണ്ട്. റിസൾട്ട് കിട്ടാത്തവർ നെഗറ്റീവ് കമൻസുകളൊക്കെ ഉണ്ട്, അതൊരു കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.